അസ്സലാമലൈക്കും. കേരള വിഷൻ മസ്ജിദ് ചരിത്രം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സുവർണ ശോഭയോടെ തൂമഞ്ഞൻ കണികകളുടെ ആർദ്രതയിൽ പെയ്തിറങ്ങുന്ന ചന്ദ്രകാന്തവും ഈറനണിഞ്ഞ തളിർക്കാറ്റും പുണ്യ റമദാൻ മാസത്തിന് കൂടുതൽ തിളക്കം നൽകുന്നു. ആത്മസംസ്കരണത്തിലൂടെ വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധിയുടെ പുതിയൊരധ്യായം എഴുതി ചേർക്കപ്പെടുന്ന സമയം മഹോന്നതമായ റമദാൻ മാസം. ഈ റംസാൻ നിലാവൊളിയിൽ ചരിത്രമുറങ്ങുന്ന മിനാരങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് മസ്ജിദ് ചരിത്രം. ഇന്ന് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ചരിത്ര കാലഘട്ടം മുതൽ പ്രസിദ്ധമായ പൊന്നാനി പള്ളിയാണ്. ഒരുപാട് തലമുറകളുടെ കഥ പറയാനുണ്ട് പൊന്നാനി പള്ളിക്ക്. ഓക്കെ, വൺ മോർ, ഓൾ ഓഡിയൻസ് ആർ വെൽക്കം ടു മസ്ജിദ് ചരിത്രം. ഹിജ്റ വർഷം 925, അതായത് ക്രിസ്തു വർഷം 1519 പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. വലിയ സൈനുദ്ദീൻ വഖ്തൂം എന്നറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹമ്മദ് മഅബർ ആണ് പള്ളി പണി കഴിപ്പിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ വെച്ച് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച പള്ളിയാണ് പൊന്നാനി പള്ളി. ഈ പള്ളിക്ക് 90 അടി നീളവും 60 അടി വീതിയുമുണ്ട്. പള്ളിയുടെ ഉൾഭാഗത്തായി നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന വിശേഷപ്പെട്ട ഒരു എണ്ണ വിളക്കുമുണ്ട്. പണ്ടുകാലം മുതൽ ഈ വിളക്കിന് ചുറ്റുമിരുന്നാണ് വിശ്വാസികൾ ആധ്യാത്മിക ജ്ഞാനം നേടിയിരുന്നത്. ഇതിനാൽ ഈ വിളക്കിനെ പിൽക്കാലത്ത് വിളക്കുത്തിരിക്കൽ എന്നറിയപ്പെട്ടു. കേരളത്തിൽ തന്നെ ഇത്രയും അധികം പള്ളികളുള്ള ഒരു പ്രദേശം മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. ആയതുകൊണ്ടിട്ടാണ് പൊന്നാനിക്ക് പള്ളിയുടെ മഹാനഗരി, മലബാറിലെ മക്ക എന്നൊക്കെ പേര് വരാൻ കാരണം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പള്ളി സ്ഥാപിച്ചതിന് ശേഷം അക്കാലത്തെ അസ്ഹരിയൻ പഠന രീതിയും ഗുരുകുല സമ്പ്രദായവും സമന്വയിപ്പിച്ചും കൊണ്ട് ഇസ്ലാമിക പഠനം ദർസ് സമ്പ്രദായം ആരംഭിച്ചു. ആ ദർസ് സമ്പ്രദായം ആരംഭിച്ചതിന് ശേഷം ഈ പള്ളിയുടെ അകത്തളത്തിലുള്ള ഒരു തൂക്കുവിളക്ക് സ്ഥാപിക്കുകയും ആ തൂക്കുവിളക്കിന് ചുറ്റുമിരുന്ന് കേരളത്തിൽ അകത്തും പുറത്തു നിന്നും ഒരവസരത്തിൽ വിദേശത്ത് നിന്ന് പോലും വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിനായി എത്തി. ആ വിളക്കിന് ചുറ്റുമിരുന്ന് പഠിച്ച പഠിതാക്കൾ വിളക്കത്തിരിക്കൽ എന്ന പ്രതീകാത്മക വിരുദ്ധം നൽകി. ആ പ്രതീകാത്മക വിരുദ്ധം നൽകിയവർക്ക് മുസ്ലിയാർ എന്ന പദവിയും നൽകി. കേരളത്തിൽ ഏറ്റവും ആദ്യമായി മുസ്ലിയാർ പദവി നൽകിയത് ഈ പള്ളിയിൽ നിന്നാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിലായിട്ട് അനേകായിരം മുസ്ലിയാക്കന്മാരുണ്ട്. ആ മുസ്ലിയാക്കന്മാരുടെ ആരംഭം ഈ പള്ളിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയാണെങ്കിലും ഇസ്ലാമിക വൈജ്ഞാനത്തിന് വ്യാപനം കുറിച്ച പള്ളിയാണിത്. ഈ പള്ളി പൗരാണിക ശില്പകലയുടെ മകുടോദാഹരണമാണ്. കേരളത്തിൽ മറ്റു പല പള്ളികളും പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പള്ളിയുടെ കാര്യമായ ആ രീതിയിലുള്ള പുനരുദ്ധാരണം നടത്തിയിട്ടില്ല. കാരണം അത് ഇവിടുത്തെ കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യമാണ്. ആ പൈതൃകം തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പള്ളി മുന്നോട്ട് പോകണം എന്നാണ് കമ്മിറ്റിയുടെ ആഗ്രഹം. പൊന്നാനി ചരിത്രപ്രസിദ്ധമായ വലിയ ജാറത്തിലെ മുത്തവല്ലി വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ സെക്രട്ടറിയുമായിട്ടുള്ള 40 അംഗ കമ്മിറ്റിയാണ് ഈ പള്ളിയുടെ പരിപാലനം നടത്തുന്നത്. അവർ വർഷങ്ങളായി ഈ പള്ളിയുടെ പൗരാണിക സംരക്ഷിച്ച് വരുന്ന രീതിയിലാണ് ഭരണങ്ങൾ നടത്തുന്നത്.
മുസ്ലിം ജനതയുടെ സാംസ്കാരിക പൈതൃകത്തിന് തുടക്കം കുറിച്ചത് പൊന്നാനിയിൽ നിന്നാണ്. ദർസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഇവിടെ നിന്നാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ശിഷ്യനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ കാണാൻ വേണ്ടി പൊന്നാനിയിലേക്ക് വരികയും ഏതാനും മാസങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്തു. ആ അവസരത്തിലാണ് വൃത്താകൃതിയിലുള്ള ഒരു കല്ല് സ്ഥാപിക്കുകയും ആ കല്ലിൻ്റെ മുകളിലാണ് മഖ്ദൂം സ്ഥാപിച്ച വിളക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ വിളക്കിൻ്റെ ചുറ്റുഭാഗത്തും ഇരുന്നാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നതും അവർ പണ്ഡിതന്മാരായി തീരുന്നതും. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് പിന്നീട് മുസ്ലിയാന്മാരായി തീർന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ മുസ്ലിയാന്മാർ പലരുമുണ്ട്. അതിനെല്ലാം തന്നെ നിദാനം ഈ വിളക്കാണ്. 1887 400-ലധികം മറുനാട്ടുകാർ പൊന്നാനിയിലെത്തി മതപഠനം പൂർത്തിയാക്കിയതായി ലോഗോൺ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1550 പോർച്ചുഗീസ് ആക്രമണത്തിൽ പള്ളിക്ക് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചു. പള്ളിയുടെ നിർമ്മാണാരംഭത്തിൽ 90 അടി നീളവും 60 അടി വീതിയുമുള്ള അകത്തെ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തെ പള്ളിയും മുറികളും മാളികയും മറ്റും പിന്നീട് നിർമ്മിച്ചതാണ്. മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ 1887 പ്രസിദ്ധീകരിച്ച മലബാർ മാനുവലിൽ പള്ളിക്ക് 4 നിലകൾ ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ കാലഘട്ടങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള മെമ്പർ 1911 തരകൻ കോജിനിയകത്ത് കുഞ്ഞാതുട്ടിയും, മേൽക്കൂര 1938-39 കോടമ്പകിയത്ത് സേതുട്ടിയും, പൂമുഖം 1861-62 ആക്ടിംഗ് മഖ്ദൂം കമ്മുക്കുട്ടി മുസ്ലിയാരും, കനത്ത ചുറ്റുമതിൽ കെട്ട് മണ്ടായപ്പുറത്ത് ആലിമൂപ്പനും നിർമ്മിച്ചുവെന്നാണ് ചരിത്രം. കേരളീയ വാസ്തുശില്പകലയുടെ മറുതല കണ്ട പ്രശസ്തനായ തച്ചുശാസ്ത്രജ്ഞൻ മഖ്ദൂമിൻ്റെ ആത്മമിത്രവുമായി ആശാരി തങ്ങളാണ് പള്ളിയുടെ പ്രഥമ ശില്പി. ശതാബ്ദങ്ങളായിട്ടും അതിരുകൾ നിർണയിക്കപ്പെടാത്ത ശില്പിയുടെ അനുപമ വൈഭവം ഇന്നും അത്ഭുതം നിറഞ്ഞ് നിലകൊള്ളുന്നു. ദൈവിക സാമീപ്യത്തിലും ഭയഭക്തിയിലും മാനവിക സംസ്കാരത്തിലും പൂർണ്ണമായും ഊന്നിയ രീതിയിലായിരുന്നു പൗരാണിക കാലം മുതൽ ദേവാലയങ്ങളുടെ നിർമ്മാണം. ദൈവവിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നാഗരികതയുടെയും ഉറവിടങ്ങളായ പള്ളികളുടെ അടിസ്ഥാന ശില അതുതന്നെയാവണമെന്ന് പണ്ഡിതർക്ക് നിർബന്ധവുമുണ്ട്. ഈ ഒരു ചിന്ത മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പള്ളികളുടെ അടിക്കല്ല് പാകിയതും സ്ഥാപിച്ചതും. പൊന്നാനി വലിയ പള്ളി ആദ്യാവസാനം ഇതിന് ഉത്തമ മാതൃകയാണ്. പള്ളി നിർമ്മാണത്തിന് ശേഷം ആശാരി തങ്ങൾ മുകളിൽ കയറി പടിഞ്ഞാറോട്ടേക്ക് നോക്കിയപ്പോൾ കോഴിമുട്ടപ്പരശിൽ വിശുദ്ധ കഅബയുടെ ദിവ്യപ്രഭ ദർശിച്ചുവെന്നും വെട്ടം രാജാവ് ദാനം നൽകിയ ഒറ്റത്തേക്ക് മരം കൊണ്ടാണ് പള്ളി പണിതതെന്നും തുടങ്ങി മതമൈത്രിയിലൂന്നിയ പല കഥകളും പ്രചാരത്തിലുണ്ട്. ഈ പള്ളി നിർമ്മിച്ചത് ഒരു ഹൈന്ദവനായ ആശാരിയായിരുന്നു. അദ്ദേഹം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ആത്മസുഹൃത്തായിരുന്നു. ആ പള്ളി നിർമ്മിച്ചതിന് ശേഷം പള്ളിയുടെ മുകളിൽ കയറി പടിഞ്ഞാറോട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരം പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ മക്കത്ത് കഅബയുടെ ദിവ്യപ്രഭ കണ്ടുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുസ്ലിമായെന്നുമാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ ഖബറ് ഈ പള്ളിയുടെ മുൻപന്തിയിൽ തന്നെയുള്ള അങ്കണത്തിലാണ്. മാത്രമല്ല ഈ പള്ളി സ്ഥാപിച്ചതിന് ശേഷം പള്ളിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ മുസ്ലിയാന്മാർ കേരളത്തിൻ്റെ നാനാഭാഗത്തും ഖതീബന്മാരായും മുദരിസന്മാരായും ഇമാമിങ്ങളായും ആനയിച്ചു കൊണ്ടുപോയി. അവരാണ് പിന്നെ കേരളത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക പ്രഭ വ്യാപനത്തിന് തുടക്കം കുറിച്ചത്. ഈ പള്ളി
മറ്റൊരു മതസൗഹാർദ്ദത്തിൽ ഊന്നിയ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ പള്ളിയുടെ നേരെ കിഴക്കാണ് പൊന്നാനിയിലെ ഏറ്റവും പ്രസിദ്ധമായ സാമൂതിരിയുടെ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 8 മിനിറ്റ് 9 മിനിറ്റ് നടന്നാൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കാണാൻ സാധിക്കും. ആ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ആൾത്തറയിലുള്ള വിളക്കും ഈ പള്ളിയുടെ അകത്ത് കത്തിച്ചിരുന്ന വിളക്കും ഒരു കാലത്ത് കാണാമായിരുന്നു. അക്കാലത്ത് പള്ളിയുടെ പരിസരങ്ങളെല്ലാം വിജനമായിരുന്നു. ഇന്നത്തെ പോലെ പറമ്പുകളായിരുന്നില്ല, ജനവാസയോഗ്യമായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ കാണാമായിരുന്നു. മാത്രമല്ല, ഈ പള്ളി സ്ഥാപിച്ചതിന് ശേഷം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അക്കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ അതിക്രമവും നിരനായാട്ടും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ പള്ളി സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം സാമൂതിരി രാജാവുമായി സഹകരിച്ചും കൊണ്ട് തൻ്റെ ബാല്യകാല സുഹൃത്തായ കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും സാമൂതിരിയുമായി സഹകരിച്ചും കൊണ്ട് പോർച്ചുഗീസ് പ്രതിരോധത്തിന് ശക്തി വർദ്ധിപ്പിക്കുകയും ഒരു സംയുക്ത സേന രൂപീകരിക്കുകയും ചെയ്തു. ആ സംയുക്ത സേനയാണ് പിന്നീട് മലബാറിൽ പോർച്ചുഗീസ് അതിക്രമത്തിന് തടയിട്ടത്. ആ രീതിയിലുള്ള ഒരു തടയിടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം ഗോവ പോലെയാകുമായിരുന്നു എന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതനായ ഡോക്ടർ MGS നാരായണൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പള്ളി അവർക്ക് പ്രചോദനമായി, ഈ പോരാട്ടത്തിൻ്റെ പ്രചോദനമായി തഹരീർ അഹ്ലുൽ ഈമാൻ എന്ന ഒരു കൃതിയും രചിച്ചു. ആ കൃതി എല്ലാ മഹല്ലുകളിലും മഖ്ദൂമിൻ്റെ നിർദ്ദേശപ്രകാരം എത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംയുക്ത സേനയ്ക്ക് ഒരു ക്രോഡീകരണം വരികയും ചെയ്തു. അങ്ങനെ പോരാട്ടം ശക്തമായതിനെ തുടർന്നാണ് പോർച്ചുഗീസുകാർ 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടുകൂടി ഇവിടെ നിന്ന് മലബാറിൽ നിന്ന് വിട പറയേണ്ടി വന്നത്. ഒന്നാം കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനവും പൊന്നാനി തന്നെയായിരുന്നു. ഈ ദർസിൽ നിന്ന് പഠിച്ച പല വിദ്യാർത്ഥികളും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. പല മേഖലകളിലും വ്യാപൃതരാണ്. വെളിയങ്കോട് ഉമ്മർ ഖാളി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് മലബാറിൽ അറിയപ്പെടുന്ന വെളിയങ്കോട് ഉമ്മർ ഖാളി, അതേപ്രകാരം തന്നെ പുത്തമ്പള്ളി ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, മലബാർ ഖിലാഫത്തിൻ്റെ പോരാട്ട നായകൻ എന്ന് വിശേഷണമുള്ള ആലി മുസ്ലിയാർ, മലയാളത്തിൽ ആദ്യമായി കൃതികൾ രചിച്ച സനാഉല്ല മക്തിത്തങ്ങൾ തുടങ്ങിയ പല പ്രഗത്ഭരും ഈ പള്ളിയിലെ വിളക്കത്തിരുന്ന് പഠനം കഴിഞ്ഞവരാണ്. അങ്ങനെ പല പ്രത്യേകതകളും ഉള്ള കേരളത്തിലെ ഒരേ ഒരു പള്ളി മാത്രമാണിത്. ഈ പള്ളിക്ക് തുല്യം കേരളത്തിൽ ഈ പള്ളി മാത്രമേ ഉള്ളൂ. ചരിത്രവും വിശ്വാസങ്ങളും ഇഴകലർന്ന പൊന്നാനി വലിയ പള്ളിയുടെ മഹത്വം എത്രയേറെ വർണ്ണിച്ചാലും മതിയാവില്ല. ഒരു സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസികളുടെയും ആധാരശിലയായി നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരനെ കണക്കെ പൊന്നാനി വലിയ പള്ളി അറിവിന്റെ പ്രകാശമായി തലയെടുപ്പോടുകൂടി ഇന്നും നിലകൊള്ളുന്നു. പൊന്നാനി വലിയ പള്ളിയുടെ ചരിത്രം ഉൾപ്പെടുത്തിയ മസ്ജിദ് ചരിത്രത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പള്ളിയുടെ ചരിത്രവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണാം. എല്ലാ പ്രേക്ഷകർക്കും റംസാൻ മുബാറക്.